കോഴിക്കോട് കോവൂരിൽ 200 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. പൊക്കുന്ന് സ്വദേശി അരുൺകുമാറിനെയാണ് ഡാൻസ് ഓഫ് സംഘവും കോഴിക്കോട് സിറ്റി പോലീസും ചേർന്ന് പിടികൂടിയത്. പ്രതിയെ നേരത്തെയും സമാന കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. കോഴിക്കോട് കോവൂരിലാണ് 200 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലാവുന്നത്. പൊക്കുന്ന് സ്വദേശി അരുൺകുമാറിനെയാണ് ഡാൻസ് ഓഫ് സംഘവും കോഴിക്കോട് സിറ്റി പോലീസും ചേർന്ന് പിടികൂടിയത്. പ്രതി നേരത്തെയും സമാന കേസിൽ അറസ്റ്റിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങൾ നൽകാനായിട്ട് അനിസലിയുണ്ട്. അനിസലി, ഇത് എപ്പോഴാണ് യുവാവിനെ പിടികൂടുന്നത്? മറ്റു വിശദാംശങ്ങൾ. അജി, ഇന്ന് ഉച്ചയോട് കൂടിയാണ് കോവൂരിൽ വെച്ച് ഇയാൾ പിടിയിലാകുന്നത്. 200 ഗ്രാം MDMA-യുമായാണ് ഇയാളെ പിടികൂടിയത്. സമാന കേസിൽ ഇയാൾ നേരത്തെയും 2 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഇദ്ദേഹം വീണ്ടും ബാംഗ്ലൂരിൽ നിന്ന് MDMA-യുമായി വരികയായിരുന്നു. പക്ഷേ ഇദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയതുപോലെ തന്നെ ഡാൻസ് ഓഫ് സംഘവും അതുപോലെ പോലീസും ഇയാളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ നീക്കങ്ങളെല്ലാം നിരീക്ഷണത്തിലായിരുന്നു. 200 ഗ്രാം MDMA-യുമായി കോവൂർ എത്തിയ സന്ദർഭത്തിലാണ് ഇവർ ഇദ്ദേഹത്തെ പിടികൂടുന്നത്. നേരത്തെ മുത്തങ്ങയിൽ ഒരു ലഹരി കേസിലും അതുപോലെ തന്നെ നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ചിട്ടുള്ള ലഹരി കേസിലുമാണ് 2 തവണകളിലായിട്ട് ഇയാൾ പിടിയിലായിട്ടുള്ളത്. 2 കേസിലുമായി 2 വർഷം ഇയാൾ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കേസിൽ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങി വരുന്നതിനിടെയാണ് ഈ വീണ്ടും MDMA-യുമായി ഇയാൾ പിടിയിലാകുന്നത്. ഏതായാലും പൊക്കുന്ന് സ്വദേശി കുമാരി എന്ന് വിളിക്കുന്ന അരുൺകുമാറാണ് ഈ ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ പോലീസിൻ്റെയും പിടിയിലായിട്ടുള്ളത്. ഈ അടുത്ത കാലത്തായി കോഴിക്കോട് സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് ഡാൻസ് ഓഫ് സംഘവും പോലീസും ഒക്കെ വലിയ തരത്തിലുള്ള ലഹരി വേട്ട നടത്തിയിരുന്നു. ഇന്നലെ പിടികൂടിയത് 6 മാസത്തിനിടയിലെ ഏറ്റവും വലിയ ലഹരി വേട്ടയായിരുന്നു. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് വേറൊരു സംഘത്തെ കൂടി ഒരാളെ കൂടി പിടികൂടിയിരിക്കുകയാണ്. എന്തായാലും അതീവ ജാഗ്രതയിലുള്ള പ്രവർത്തനങ്ങളാണ് ഡാൻസ് ഓഫ് സംഘത്തിൻ്റെയും അതുപോലെ പോലീസിൻ്റെയും ഭാഗത്തു നിന്നുണ്ടെന്ന് അവർ പറയുന്നത്. കൃത്യമായി ആളുകളെ നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ ഈ വിവരശേഖരണത്തിന് കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി വിവരം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മമായ പരിശോധനകൾ നടക്കുന്നു. ഈ ലഹരി ഇടപാടുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കുക, നഗരം സുരക്ഷിതമാക്കുക എന്നത് തങ്ങളുടെ ലക്ഷ്യമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഡാൻസ് ഓഫ് സംഘവും പോലീസും അറിയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അടുത്തിടെയായി കുറേ കേസുകൾ ഈ പോലീസിനും ഡാൻസ് ഓഫ് സംഘത്തിനും പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരി, ടി അനീസലിയാണ് വിവരങ്ങൾ നൽകിയത്.